मैं आपका घर में काम करके बहुत साल हो गया, लेकिन थोड़ा सा भी कुछ इसमें पॉलिश शायद करना पड़ेगा, और नहीं करे हुई तो कोई बात नहीं। आपका घर പോളിഷ് കറിയത്തെ नेचुरली खत्म हो जाए, പോളിഷ് ചെയ്യുമ്പോൾ പുതിയ വീടാവും. പുതിയ വീടോ? ആ, പഴയ വീടാ വേണ്ടത് അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ആ ആ ആ ഇപ്പോൾ പുതിയ വീടോ ഒന്നും വേണ്ട, പഴയ വീടിന് മതി. അതുകൊണ്ടാണ് ഞാൻ പഴയ വീട് വീട്ടിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്. ആ ആ ആ അതുകൊണ്ട് എനിക്ക് പുതിയതായിട്ടൊന്നും വേണ്ട, പഴയ പഴയ വീടൊക്കെ വേണം അല്ലേ? അതുകൊണ്ട് പുതിയതാക്കാത്തത് ഒന്നും ചെയ്യില്ല, അങ്ങനെ കിടക്കും. ഇതിലൊക്കെ എന്തോ ചെടി, ഒരു ചാല്, ഒരു പൂവൊക്കെ വെക്കാം അല്ലേ? ചെടികൾ വെച്ചിരിക്കാം. ആ ആ രാത്രി ആകുമ്പോൾ നേരത്തെ ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു ബെഞ്ച് വെച്ചിട്ടുണ്ട്. ആ ആ ആ എഴുന്നേറ്റ് വീട് രണ്ട് സൈഡും ചെറിയത് വെച്ച് മീനിനെ വളർത്താൻ വേണ്ടിയിട്ട്. മീനിനെ ആള് आप भी जो चाहिए मच्छी आपको देख के आएगा जाएगा. ഇത് आपको കണ്ട മീൻ വരുമോ പോവാ? മീന് പോവുക, അതിൻ്റെ ഉള്ളിൽ കൂടെ പോവും. അല്ല, നിങ്ങൾ കണ്ട മീൻ വരുമോ പോവാ? ചില കുളത്തിലേ അല്ലല്ല, നമ്മളെ കണ്ടാ വരും. അല്ലേ? നമ്മളെ കണ്ട ഇങ്ങനെ വരും. അല്ലേ? ആ വലിയ കണ്ണനൊക്കെ ഉണ്ട്. ഇതെന്താ ചെയ്യുക? आप इस वीडियो को बहुत ध्यान से देखिएगा। ये वीडियो बस देखना है कि नहीं, इसमें ध्यान देना। इसमें जो चित्र है बहुत कलाकारी बहुत मस्त से किया हुआ है, आप देख सकते हैं। चौखट ഇത് ഓരോട് മലയാളത്തിൽ പറയൂ സത്യട്ടൻ. അടിനെ നോക്കി നമുക്ക് അമ്പലങ്ങളിലൊക്കെ കാണുമ്പോൾ മാന്, പുലി, അങ്ങനെ നമുക്ക് ദേവികളുടെ ഓരോ ദേവികൾക്ക് ഓരോ ഇതുണ്ടാവില്ല. ഇപ്പൊ ശിവനാണെങ്കിൽ നമുക്ക് ഇത് വരില്ലേ, അതേമാതിരി പുലി, അയ്യപ്പന് പുലി, അങ്ങനെ എല്ലാതും ഉണ്ടാവും അതിനകത്ത്. തത്ത, അണ്ണാൻ, അത് സിംഹം, പുള്ളിമാൻ, പുല്ലി, അങ്ങനെ ഓരോന്ന് കൊത്തി കൊത്തി എടുത്താണ് എല്ലാം. പ്രത്യേക ദൈവികമായിട്ടുള്ള ഒരു ബലത്തുണ്ട്. എല്ലാ ഇതും ഉണ്ടാവും. വാഹനങ്ങൾ, ദൈവത്തിന്റെ വാഹനങ്ങളൊക്കെ ഉണ്ടാവും. तो आप देख सकते हैं इसमें जो है सब कला है, इसमें बहुत सारा, इसको देखिए अच्छी तरह से। उसके बाद जो है इसमें ध्यान दीजिए कितना ये सब जो काम किया हुआ बहुत मेहनत से किया है। इसमें आदमी लोग हाथ से कटिंग करके इसको बनाया, कोई मशीन से नहीं, बहुत अच्छा से, बहुत इसको समय लगा के काम किया। उसके बाद देखिए घर का अंदर आने के बाद सबसे पहले आप जो भी आएंगे मंदिर का ही फीलिंग इसमें करेंगे, मंदिर का जैसा ही इसमें लगेगा आपको। जैसे देखिए गेट के सामने आएंगे त्रिशूल, सबसे पहले त्रिशूल, उसके बाद सामने देखिए उसके ऊपर जो है मईल, मोर, उसके बाद सामने देखिए ये देवी कौन सा है पता नहीं, क्या ये क्या है? तो ये देख सकते भगवती देवी का फोटो वहाँ पर है। और ये भी, ये कौन सा है? सरस्वती देवी, सरस्वती देवी ऐसा समझिए भी है। इस तरह से हर जगह। उसके बाद जो घर के अंदर ऊपर जो है यहाँ केरल का जो साउथ का जो सबसे मेन है स्पेशल, मंदिर के ऊपर इस तरह से बना हुआ रहता है, जो कि मंदिर का ही जैसा दिया हुआ है। और देखिए लकड़ी से काम करके बहुत गजब का ब्यूटी, बहुत बहुत खूबसूरत बनाए हुए हैं। देखिए सुंदरता में कोई कमी नहीं की है, जो भी हो सका बहुत अच्छा किया। उसके बाद ये घर के अंदर आने के बाद जैसे लोग मंदिर जाकर बजाते हैं घंटी, पहले ये देखिए, ये देखिए इस तरह से बजा रहे हैं मंदिर। ये देखिए कितना अच्छा लग रहा है। दोनों तरफ इस तरफ जो है चंदन करने के लिए, भस्म लगाने के लिए देखिए ये लगाए। और ये देखिए चंदन लगाने के लिए ये देखिए हो गया। और ये दीप जलाने के लिए है। चेतन जी, आपको बात सॉरी पूजा रूम के बारे में कुछ थोड़ा बताइए, सब चित्रकला सब कैसे क्या है सब बताइए थोड़ा. ഇത് നമ്മുടെ തിരുമാന്താകുന്ന് കേട്ടിട്ടുണ്ടാവും. തിരുമാന്താകുന്ന് ദേവിയുടെ പടം വരച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലാണ് ഭഗവതി ഇരിക്കുന്നത്. ഇത് ഞങ്ങൾ രാവിലെ കുളത്തിൽ പോയി വന്നിട്ട് വളക്ക് ഫുള്ള് ദീപസ്തംഭങ്ങളാണ്. ദീപസ്തംഭങ്ങൾ തെളിയിക്കും. പിന്നെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കും ഇത് ഞങ്ങൾക്ക് എന്തെങ്കിലും കാര്യം കൊണ്ട് ഞങ്ങൾ ദീപസ്തംഭം തെളിയിച്ചു കൊടുക്കും. ഇത് രാവിലെ വൈകുന്നേരത്ത് മാത്രമേ തുറക്കൂ. രാവിലെ വൈകുന്നേരത്ത് പൂജ തുറന്നിട്ടില്ല. എനിക്ക് വേണ്ടിയിട്ടാണ് വീട് കെട്ടിയിരിക്കുന്നത്. പണ്ട് മുതലേ ഉള്ളതാ. എൻ്റെ ഓർമ്മയില് കാരണവന്മാർ പറയുമ്പോൾ 400 കൊല്ലം 500 കൊല്ലം ആയി എന്ന് പറയട്ടെ. അപ്പൊ ആ സ്ഥലം ഞങ്ങൾ ഒന്നും ചെയ്യാതെ ഇതൊക്കെ ഉണ്ടോ? ഇതൊക്കെ ദേവീനെ തൊഴുന്നുള്ള ചിത്രങ്ങളാണ്. മഹർഷി മറ്റേ ഇതൊക്കെ ഉണ്ടാവില്ല, ധ്യാനത്തൊക്കെ അതേമാതിരിയുള്ള ആൾക്കാരെ ഫോട്ടോ വരച്ചിട്ട്. സാധാരണ നമ്മളങ്ങനെ ലൈറ്റ് ഒന്നും കൊടുക്കില്ല അവിടെ.
चेतन जी, आप वो बात सॉरी पूजा रूम के बारे में कुछ थोड़ा बताइए, सब चित्रकला सब कैसे क्या है सब बताइए थोड़ा. ഇത് നമ്മുടെ തിരുമാന്താകുന്ന് കേട്ടിട്ടുണ്ടാവും. തിരുമാന്താകുന്ന് നിന്ന് ദേവിയുടെ പടം വരച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലാണ് ഭഗവതി ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ രാവിലെ കുളത്തിൽ പോയി വന്നിട്ട് വടക്ക് ഫുള്ള് ദീപസ്തംഭങ്ങളാണ്. ദീപസ്തംഭങ്ങൾ തെളിയിക്കും. പിന്നെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കും ഇത് ഞങ്ങൾക്ക് എന്തെങ്കിലും കാര്യവും പറഞ്ഞാൽ ഞങ്ങൾ ദീപസ്തംഭം തെളിയിച്ചു കൊടുക്കും. ഇത് രാവിലെ വൈകുന്നേരത്ത് മാത്രമേ തുറക്കൂ. രാവിലെ വൈകുന്നേരത്ത് പൂജ തുറന്നിട്ടില്ല. എനിക്ക് വേണ്ടിയിട്ടാണ് വീട് കെട്ടിയിരിക്കുന്നത്. പണ്ട് മുതലേ ഉള്ളതാ. എൻ്റെ ഓർമ്മയിൽ കാരണവന്മാർ പറയുമ്പോൾ 400 കൊല്ലം 500 കൊല്ലം ആയി എന്ന് പറയട്ടെ. അപ്പം ആ സ്ഥലം ഞങ്ങൾ ഒന്നും ചെയ്യണം. ഇതൊക്കെ ഉണ്ടോ? ഇതൊക്കെ ദേവീനെ തൊഴുന്നുള്ള ചിത്രങ്ങളാണ്. മഹർഷി മറ്റേ ഇതൊക്കെ ഉണ്ടാവില്ല, ധ്യാനത്തൊക്കെ അതേമാതിരിയുള്ള ആൾക്കാരെ ഫോട്ടോ വെച്ചിട്ട്. സാധാരണ നമ്മളങ്ങനെ ലൈറ്റ് ഒന്നും കൊടുക്കില്ല അവിടെ. പരുന്തിന്റെ ചിത്രം. ആ പരുന്ത് ഒരു മരം കൊണ്ട് വെട്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഇതാണ്. മരത്തിൽ വലിയ മരം എടുത്തിട്ട് ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഉണ്ടാക്കിയ ഒരു കൊത്തുപണി. വെറും ആശാരി ഉളി കൊണ്ടുള്ള ചെറിയ കൊത്തുപണികളാണ്. ഒരു ആർട്ട് എല്ലാം ഹാൻഡ് മേഡ്, കൈകൊണ്ട് ഉണ്ടാക്കിയതാണ് കംപ്ലീറ്റ്. അതൊക്കെ ഹാൻഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം കൈകൊണ്ട് ഹാൻഡ്. ചെറിയ ഉളിയില്ലേ, ചെറിയ ഉള്ളി വെച്ച് 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 വെട്ടി വെട്ടി എടുക്കുന്നതാണ്. അല്ലാണ്ട് കംപ്ലീറ്റ് ഹാൻഡ് വർക്കാണ്. പിന്നെ ഇത് എന്താ പറയാ, പീഠാണ്. ആ പീഠത്തിന്റെ ബുക്കാണ്. നമ്മളെല്ലാം കാണാമല്ലോ, അമ്പലങ്ങളിലൊക്കെ പോയാൽ കാണില്ലേ പീഠം. അതിന്റെ ആ പീഠം ഒക്കെ ഒരു ദൈവിക ടച്ച് കൊടുക്കുന്ന